ഫെബ്രുവരി 28-ന് നടന്ന അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തേക്കില്ല. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതിയെ ടെഹ്റാനിലേക്ക് അയക്കാനാണ് നിലവിൽ സൗത്ത് ബ്ലോക്കിൽ നിന്നുള്ള സൂചനകൾ. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. ഡൽഹിയിലെ ഇറാൻ എംബസി വഴി ചൊവ്വാഴ്ചയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ VVIP ക്ഷണം കൈമാറിയത്. എന്നാൽ നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറുകളും മുൻനിർത്തി നരേന്ദ്രമോദി ഈ യാത്രയിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുകയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പിണക്കുന്ന നിലപാട് കൈക്കൊള്ളാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈയൊരു നീക്കം. അതേസമയം അമേരിക്കൻ ബോംബാക്രമണത്തിൽ 86-കാരനായ ഖമേനി കൊല്ലപ്പെട്ട് നീണ്ട 106 ദിവസങ്ങൾക്കു ശേഷമാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾക്ക് തീയതി കുറിച്ചിരിക്കുന്നത്. ജൂലൈ 4-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ന് ഖമേനിയുടെ ജന്മനാടായ മഷാദിലാണ് അവസാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനിലുടനീളം 3 ദിവസം നീണ്ടുനിൽക്കുന്ന വൻ വിലാപയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ചിൽ തന്നെ സംസ്കാരം നടത്താനായിരുന്നു ഇറാന്റെ നീക്കം. എന്നാൽ അമേരിക്കയുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടതും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇസ്രായേലിന്റെയോ US-ന്റെയോ ഭാഗത്തുനിന്ന് വീണ്ടും അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായേക്കാമെന്ന കനത്ത സുരക്ഷാ ഭീഷണിയുമാണ് ചടങ്ങുകൾ ഇത്രയും നീണ്ടുപോകാൻ കാരണമായത്. സുരക്ഷാ മുൻകരുതലുകൾ പൂർണ്ണമായ ശേഷമാണ് ഇപ്പോൾ ചടങ്ങുകളിലേക്ക് ലോക നേതാക്കളെ ക്ഷണിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മോദിക്ക് പുറമെ ചൈന, റഷ്യ, ഖത്തർ, ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർക്കും ഇറാൻ കത്തയച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും തങ്ങളുടെ ഉയർന്ന പ്രതിനിധികളെ അയക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി പോകുമോ എന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം കടുത്ത മൗനത്തിലായിരുന്നു. അമേരിക്കയുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് മോദി നേരിട്ട് പോകുന്നത് വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചേക്കാം എന്ന വിലയിരുത്തൽ ഡൽഹിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് പകരം ഉപരാഷ്ട്രപതിയെ അയച്ച് നയതന്ത്ര മര്യാദ നിലനിർത്താൻ ഇന്ത്യ കരുക്കൾ നീക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി ഇറാൻ സന്ദർശിച്ചത് 10 വർഷം മുൻപ് 2016 മെയ് മാസത്തിലാണ്. അന്ന് ഖമേനിയെയും അന്നത്തെ പ്രസിഡന്റ് ഹസൻ റുഹാനിയെയും നേരിട്ട് കണ്ട മോദി ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ചരിത്രപരമായ ത്രികക്ഷി കരാറിൽ ഒപ്പുവച്ചിരുന്നു. അതിനുശേഷം 2018-ൽ റുഹാനി ഇന്ത്യയിലുമെത്തി. ഒടുവിൽ കഴിഞ്ഞ 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് മോദിയും നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. അന്ന് പെസൻഷ്കിയാനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഫെബ്രുവരിയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പുതിയ പരമോന്നത നേതാവ് ആരാകുമെന്നതും ഇന്ത്യ ഉറ്റുനോക്കുകയാണ്.